അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വാർഷിക ജനറൽ ബോഡി യോഗവും കമ്മിറ്റി രൂപീകരണവും വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്നു. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇതിന് പൂർവികർ ലക്ഷ്യം വെച്ചത് നമ്മൾ ഒരു വർഷക്കാലം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് സംഘടന റിപ്പോർട്ടും കണക്കും പാസ്സാക്കി കൈയടിച്ച് പോകുക എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അതിനപ്പുറത്തേക്ക് അതിൻ്റെ മുറക്ക് നടക്കണം. ഇവിടെയുള്ള കുറവുകൾ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ കുറവുകൾ, നേട്ടങ്ങൾ, ഈ സംഘടന കൊണ്ട് നമുക്ക് അംഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വിശദീകരിക്കപ്പെടുന്നതിനൊപ്പം ഓരോ മെമ്പറും സ്വയം ഒന്ന് ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു യോഗമാണെന്ന് നടക്കുന്നത്. എന്താ ഓഡിറ്റിങ്? കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ തൊഴിൽപരമായ എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? നിങ്ങൾ ആരൊക്കെയാണ് ഈ സംഘടനയെ നേരാവണ്ണം ഉപയോഗപ്പെടുത്തിയ ആളുകൾ എത്ര ഉണ്ടാവും? നമ്മൾക്ക് തോന്നുന്നു നമ്മൾ വെൽഫെയർ ആനുകൂല്യം വാങ്ങിച്ചു, അല്ലെങ്കിൽ വെൽഫെയർ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജിന് വേണ്ടി കൊടുത്തു. ഇങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് ഈ സംഘടനയെ തൊഴിൽപരമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഈ സംഘടനയുടെ പൂർവിക ലക്ഷ്യം വെച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്നെയും നിങ്ങളെയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേതാക്കന്മാരുണ്ട്. ഒരുപക്ഷെ ഞാനൊക്കെ അതിൻ്റെ ഒരു അംശം മാത്രമാണ്. ഞാനെന്നും കഷ്ടപ്പെടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇത്രയധികം വാഹനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത, സാമ്പത്തിക സ്രോതസ്സില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ സംഘടന വളർത്തുന്നതിന് വേണ്ടി അവർ കാണിച്ച ഈ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ത്യാഗമെന്ന് പറഞ്ഞാൽ ചെറുതല്ല. അന്നത്തെ അവരുടെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ ഏത് പ്രദേശത്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, അവിടെ ഏറ്റവും ക്വാളിറ്റിയുള്ള, നിലവാരമുള്ള ഒരു മെക്കാനിക്ക് അല്ലെങ്കിൽ പെയിൻറ്റ്, പാച്ച് വർക്ക് ഏതാണോ നിങ്ങൾ ചെയ്യുന്ന വിഭാഗം, അതിലേറ്റവും ക്വാളിറ്റി ഉള്ള ആളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ പ്രഥമമായ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് വികാസ് റാണി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി TP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ അവലോകനം ജില്ലാ പ്രസിഡന്റ് PP റിജു, സംഘടനാ വിശദീകരണം ജില്ലാ സെക്രട്ടറി രാജേഷ് കരുമലയും നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ എക്സിക്യൂട്ടീവ് ഭാരവാഹി വേണുഗോപാലൻ, സുഹാദ് എന്നിവർ സംസാരിച്ചു. വടകര യൂണിറ്റ് ഭാരവാഹി ചന്ദ്രൻ നന്ദി പറഞ്ഞു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി വികാസ് റാണിയെ പ്രസിഡന്റായും, ഗീതാ സുരേന്ദ്രനെ സെക്രട്ടറിയായും, ജോയ് വടകര ഖജാൻജിയായും, വൈസ് പ്രസിഡന്റായി സുഷിത് ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിയായി K പത്മനാഭൻ മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.